ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. പുതിയ ഗൾഫ് ജോബ് വിശേഷങ്ങളുമായി ഞാൻ അബ്ദുൽ ജബ്ബാർ. അപ്പം നമുക്ക് വന്നിട്ടുള്ളത് സൗദി, ഖത്തർ, പോളണ്ട് എന്നിവിടങ്ങളിലേക്കാണ് ഇന്ന് പുതിയതായിട്ട് നമുക്ക് വന്നിട്ടുള്ള ചാൻസുകൾ. അപ്പോൾ അതിൻ്റെ മുമ്പ് ആദ്യമായിട്ട് തന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ദയവ് ചെയ്ത് വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. കാരണം പോളണ്ടിലേക്ക് ഒരുപാട് നല്ല നല്ല ചാൻസുകളാണ് നമുക്ക് പോളണ്ടിലേക്ക് വന്നിട്ടുള്ളത്. ക്ലീനിങ്, പാക്കിംഗ് ഹെൽപ്പർ, ഇതുപോലുള്ള ഒരുപാട് വേക്കൻസികളാണ്. ഒരുപാട് ആളുകൾക്ക് പരമാവധി നമുക്ക് വളരെ ചെലവ് കുറഞ്ഞ രൂപത്തിൽ തന്നെ പോകാൻ പറ്റുന്ന ഒരുപാട് വേക്കൻസികളാണ്. അതേപോലെ തന്നെ അത്യാവശ്യം സാലറിയും കാര്യങ്ങളൊക്കെ ഉള്ള വേക്കൻസികളാണ് പോളണ്ടിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം അതിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണിക്കുള്ളിലാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത്. ഞായറാഴ്ച ഓഫീസ് ലീവായിരിക്കും. അപ്പോൾ ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വന്നുള്ളത് ഖത്തറിലേക്കാണ്. റേഡിയോളജി ടെക്നീഷ്യന്മാരാണ് നമുക്ക് ആവശ്യമുള്ളത്. ഫീമെയിൽസിനാണ് നമുക്ക് ആവശ്യമുള്ളത്. 4500 to 5000 ഖത്തർ റിയാൽ വരെയാണ് അവരുടെ സാലറി വരുന്നത്. MRI എക്സ്പീരിയൻസ് നിർബന്ധമാണ്. അതേപോലെ തന്നെ ഖത്തർ പ്രോമെട്രിക് ആൻഡ് ഡാറ്റ ഫ്ലോ ഉണ്ടായിരിക്കണം എന്നുള്ള നിർബന്ധമാണ്. വിശദമായ കാര്യങ്ങൾ അറിയാൻ വേണ്ടി 00974 511 70 877 എന്നുള്ള നമ്പറിലേക്ക് സെപ്റ്റംബർ 19, 2023 മുൻപായിട്ട് നിങ്ങളുടെ ബയോഡാറ്റ, CV കാര്യങ്ങളൊക്കെ നിങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് വന്നുള്ളത് സൗദിയിലേക്കാണ്. പ്രശസ്തമായ ഒരു കമ്പനിയിലേക്കാണ് നമുക്ക് ചാൻസുകൾ വന്നിട്ടുള്ളത്. QC സൂപ്പർവൈസർ, മെക്കാനിക്കൽ, അതേപോലെ തന്നെ സേഫ്റ്റി ഓഫീസർമാർ ആവശ്യമുണ്ട്. പൈപ്പിംഗ് വെൽഡേഴ്സിന് ആവശ്യമുണ്ട്. വെയർഹൗസ് സൂപ്പർവൈസർമാർ ആവശ്യമുണ്ട്. സ്റ്റോർ കീപ്പർമാർ ആവശ്യമുണ്ട്. പൈപ്പിംഗ് ഫോർമാൻ ആവശ്യമുണ്ട്. ക്വാണ്ടിറ്റി സൂപ്പർവൈസർമാർ ആവശ്യമുണ്ട്. ഡോക്യുമെന്റ് കൺട്രോളർ, മാനേജർമാരെ നമുക്ക് ആവശ്യമുണ്ട്. മിനിമം 2 വർഷമെങ്കിലും ഈ പറയുന്ന ആളുകൾക്കൊക്കെ GCC എക്സ്പീരിയൻസ് നിർബന്ധമാണ്. അതിൽ സാലറി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇടുന്നുണ്ട്. അതോടുകൂടി തന്നെ ഇതിലേക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ 96 33 46 86 40 എന്നുള്ള നമ്പറിലേക്കോ, അതല്ലെങ്കിൽ 97 44 46 86 40 എന്നുള്ള നമ്പറിലേക്കോ നിങ്ങൾ വിശദമായ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് വന്നുള്ളത് പോളണ്ടിലേക്കാണ്. ഇലക്ട്രീഷ്യന്മാരെ നമുക്ക് ആവശ്യമുണ്ട്. അതേപോലെ തന്നെ മെക്കാനിക്കൽ, വെൽഡർമാരെ, ഓൾ കാറ്റഗറി വെൽഡർമാരെ ആവശ്യമുണ്ട്. അതേപോലെ തന്നെ സിവിൽ എഞ്ചിനീയർ ഡിപ്ലോമ, അതേപോലെ തന്നെ ഡ്രൈവർമാർ, ഹെവി ലൈസൻസ് നിർബന്ധമാണ്. മിനിമം 1 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഹെവി ഡ്രൈവർമാർക്ക് 1 വർഷമെങ്കിലും എക്സ്പീരിയൻസ് നിർബന്ധമാണ്. അതേപോലെ തന്നെ ഇലക്ട്രീഷ്യന്മാർ ITI, INST, HV, ഹൗസ്, ഈ മേഖലകളിലുള്ള ഇലക്ട്രീഷ്യന്മാർക്കും ചാൻസുകൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പ്ലംബർ ഓർ സ്റ്റീൽ ഫിക്സർമാർ ആവശ്യമുണ്ട്. അതേപോലെ കാർപ്പൻറ്റർമാർ, മേശന്മാർ, അതേപോലെ തന്നെ ക്രെയിൻ ഓപ്പറേറ്റർമാർക്ക് നല്ല ചാൻസുകൾ വന്നിട്ടുണ്ട്. SC ടെക്നീഷ്യന്മാർ, ഹവാക് ടെക്നീഷ്യന്മാർക്ക് ചാൻസുകൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ റെഫ്രിജറേഷൻ ടെക്നീഷ്യന്മാരെ നമുക്ക് ആവശ്യമുണ്ട്. അതേപോലെ തന്നെ പെയിൻറ്റർമാർ, ഓൾ കാറ്റഗറി പെയിൻറ്റർമാരെ നമുക്ക് ആവശ്യമുണ്ട്. ഷെഫിന്, കുക്കിന് നമുക്ക് ആവശ്യമുണ്ട്. ചൈനീസ്, ഇതുപോലെ തന്നെ എല്ലാ ഐറ്റംസും കുക്കിന് നമുക്ക് ആവശ്യമുണ്ട്. സേഫ്റ്റി ഓഫീസർമാരെ ആവശ്യമുണ്ട്. HSC, നെബോഷ്, ലോ. അതേപോലെ തന്നെ ജനറൽ വർക്കേഴ്സിന് നമുക്ക് ആവശ്യമുണ്ട്. ജനറൽ വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ അവരെ കാറ്റഗറി വരുന്നത് പാക്കിംഗ് ഹെൽപ്പർമാരായിട്ട് അവർക്ക് ചാൻസുകളുണ്ട്. അതേപോലെ തന്നെ ക്ലീനിങ് ജോലി അവർക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ വെയർഹൗസ് ലേബർമാരായിട്ട് അവർക്ക് ജോലി കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ലോഡിംഗ് ആൻഡ് അൺലോഡിങ്, ഈ മേഖലകളിലൊക്കെ ജനറൽ വർക്കർമാർക്കായിട്ട് നമുക്ക് ജോലി കിട്ടുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇൻ്റർവ്യൂ ടൈമിന് അവർക്ക് ഏതാണോ അവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജോലി ഇൻ്റർവ്യൂ ടൈമിന് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഈ പറയുന്ന ആളുകൾക്കൊക്കെ സാലറി വരുന്നത് 1 ലക്ഷം മുതൽ 2 ലക്ഷത്തിൻ്റെ ഉള്ളിലാണ് അവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് അവരുടെ സാലറി വരുന്നത്. അതേപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കാര്യം, നിങ്ങൾ ഇംഗ്ലീഷ് അത്യാവശ്യം സംസാരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അതിനുശേഷം മാത്രമാണ് ഫസ്റ്റ് ഇൻ്റർവ്യൂ നമ്മൾ ഓഫീസിൽ വെച്ചിട്ട്, മലപ്പുറം ഓഫീസിൽ വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അതിനുശേഷം നിങ്ങൾ ഇംഗ്ലീഷ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ അതിന് ശേഷം മാത്രമാണ് നിങ്ങളെ ഇൻ്റർവ്യൂവിന് പങ്കെടുപ്പിക്കുള്ളൂ. ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അവിടുന്ന് ആളുകൾ വന്നിട്ട് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോൾ അവർ ഇംഗ്ലീഷിലായിരിക്കും നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ അതിന് ഉത്തരം പറയാനുള്ള ഒരു കപ്പാസിറ്റി നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് അത്യാവശ്യം സംസാരിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം എന്നുള്ളത് പറയുന്നത്. ഇതിൻ്റെ നമുക്ക് ക്ലയൻറ്റ് ഇൻ്റർവ്യൂ നടക്കുന്നത് തൃച്ചിയിലാണ്. സെപ്റ്റംബർ 24, 2023 തൃച്ചിയിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. അതിൻ്റെ മുമ്പ് വീണ്ടും പറയുകയാണ്, നമ്മുടെ ഓഫീസിൽ വെച്ചിട്ട് നിങ്ങളെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് തൃച്ചിയിലുള്ള ഇൻ്റർവ്യൂവിൽ നമ്മൾ പങ്കെടുപ്പിക്കുകയുള്ളൂ. 23 to 45 വയസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത്. അക്കോമഡേഷൻ കമ്പനി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡ്യൂട്ടി ടൈമിലുള്ള ഫുഡും കമ്പനി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ചാൻസാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ അവർ അപ്ഡേറ്റഡ് CV, അതേപോലെ തന്നെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അപ്ഡേറ്റഡ് CV, യൂറോപാസ് മോഡൽ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്, അതേപോലെ തന്നെ പാസ്പോർട്ടിൻ്റെ കോപ്പി, ഫുൾ സൈസ് ഫോട്ടോ,
എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, അതേപോലെ തന്നെ ഹെവി ലൈസൻസ് ഉള്ള ആളുകളാണെങ്കിൽ അതിന് കൊടുക്കുന്ന ഡ്രൈവർമാർ കൊടുക്കുകയാണെങ്കിൽ ഹെവി ലൈസൻസിൻ്റെ കോപ്പി, മിനിമം 1 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ഹെവി ലൈസൻസിൻ്റെ കോപ്പി എന്നീ കാര്യങ്ങൾ ദയവ് ചെയ്തിട്ട് ഒരു സിംഗിൾ PDF ആയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് സിംഗിൾ PDF ആയിട്ട് 0097411700877 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ അയക്കുന്ന സമയത്ത് ഞാൻ മറുപടി തന്നിട്ടില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് മറുപടി തരും. നിങ്ങളെ CV കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം നിർബന്ധമായിട്ടും ട്രാവൽസിൽ നിന്ന് നിങ്ങളെ തിരിച്ചു വിളിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇംഗ്ലീഷ് അത്യാവശ്യം സംസാരിക്കാൻ അറിയുന്ന ആളുകൾ മാത്രമാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത്. നല്ലൊരു ചാൻസാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും ചാൻസുകളാണ് വന്നിട്ടുള്ളത്. ദയവ് ചെയ്ത് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ സർവീസ് ചാർജ് വളരെ കുറവാണ്. ഏകദേശം ഒരു 3 ലക്ഷം അതിൻ്റെ ഉള്ളിലൊക്കെയാണ് നമുക്ക് സർവീസ് ചാർജ് വരുന്നുള്ളൂ. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് വന്നിട്ടുള്ളത്. ദയവ് ചെയ്ത് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക. വീണ്ടും കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.